ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 64 റിവ്യൂ ആണ്. ഇന്ന് കേരളത്തിലുള്ള എത്ര അധികം പിഞ്ചു കുഞ്ഞുങ്ങൾ, പിഞ്ചു കുഞ്ഞുങ്ങളല്ല, പിഞ്ച് മുതുക്കികൾ മുതുക്കന്മാർ അവരൊക്കെ വഴിതെറ്റിട്ടുണ്ടാവും. കൂട്ട ഉമ്മ കൊടുക്കുന്ന ടാസ്ക്, കേരളമേ ലജ്ജിക്കുക എന്നുള്ള ടൈറ്റിലിട്ട് നാളെ എത്ര വീഡിയോസ് കാണേണ്ടി വരും എന്നുള്ളത് എനിക്കറിയില്ല. ഹൈക്കോടതിയിലൊരു കേസ്, ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ട് ബിഗ് ബോസിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യൽ, ജാസ്മിനൊക്കെ ഔറത്ത് കാണിച്ച് അവിടെ നിൽക്കുന്നത് കണ്ടില്ല, ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടി ചുണ്ടിൽ ചായം തേച്ചിട്ട് മറ്റൊരാൾക്ക് ഉമ്മ കൊടുക്കുക. എന്തൊക്കെ ടാസ്ക്കാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ ഈ ടാസ്ക് കണ്ട സമയത്ത് ലാലേട്ടനെ മറ്റേ സിനിമയ്ക്കകത്ത് മരത്തെ കെട്ടിയിടുന്ന ഒരു സീനുണ്ടല്ലോ, മുത്തുക്കോ ചോദിച്ചതിന്, അതാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. ഇനി എപ്പിസോഡ് റിവ്യൂയിലേക്ക് പോയി കഴിഞ്ഞാൽ മദേഴ്സ് ഡേയുമായി ബന്ധപ്പെട്ട കുറേയധികം നിമിഷങ്ങളായിരുന്നു കാണാൻ സാധിച്ചത്. കണ്ടസ്റ്റൻസിൽ ഓരോ ആളുകളുടെയും അമ്മമാർ ഉള്ള ആളുകളുടെ അമ്മമാർ വന്ന് അവർക്ക് മക്കളോട് പറയാനുള്ള കാര്യങ്ങൾ പറയുകയാണ്. ഉള്ളത് പറഞ്ഞാൽ ഞാനത് മുഴുവൻ സ്കിപ്പ് ചെയ്ത് വിട്ടു. അത് അതിനകത്ത് ഉള്ള സംഭവം കാണാനായിട്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, അത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇമോഷൻസ് വരും. അമ്മയില്ലാത്തതുകൊണ്ട് എനിക്ക് വല്ലാതെ വേദന വരും. അതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങൾ മൊത്തത്തിൽ അങ്ങ് സ്കിപ്പ് ചെയ്തു. അതിൽ എന്തെങ്കിലും ഗെയിം ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല. അതിലൊക്കെ ചിലപ്പോൾ അവർ ഹൗസിനുള്ളിലെ കാര്യങ്ങളൊക്കെ പറയുന്ന നിമിഷങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ, അതൊന്നും ഞാൻ കേട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചെറിയ റിവ്യൂ എന്ന് പറഞ്ഞത്. എനിക്കെന്തോ ഇപ്പോൾ അത് താങ്ങാൻ പറ്റത്തില്ല. ഈ അമ്മമാരുടെ ഇമോഷണലായിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണുന്ന സമയത്തെ അമ്മയെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ഇതിന് ശേഷമായിരുന്നു വിജയ ചുംബന ടാസ്ക്. സായിയുടെ ടീമാണ് വിജയിച്ചത്. സായി എന്തോ മറ്റേ വിരിമാറിൽ AK-47 കൊണ്ട് വെടികൊള്ളുന്നത് പോലെയാണ് ഉമ്മ വാങ്ങാൻ വേണ്ടി നിന്നത്. ഏകദേശം 39 ഉമ്മകളാണ് സായിക്ക് ലഭിച്ചത്. സായി വിജയിക്കുന്നു. തൊട്ട് താഴെ ഋഷിയുടെ ടീമുണ്ട്, പിന്നെ മറ്റേ ജിൻഡോയുടെ ടീമുണ്ട്. പിന്നീട് പുതിയ ക്യാപ്റ്റനായ നന്ദനെ അഭിനന്ദിക്കുന്ന നിമിഷങ്ങളായിരുന്നു. നന്ദന പുതിയ ക്യാപ്റ്റനായ സമയത്ത് പ്രതീക്ഷയുണ്ട്. പക്ഷേ നന്ദന ഇന്ന് പറഞ്ഞ ഒന്ന് രണ്ട് ഡയലോഗുകൾ എനിക്ക് ഭയങ്കര ക്ലീശയായിട്ട് തോന്നി. അത് ഗെയിമിലെ ഏറ്റവും അപ്ഡേറ്റ് ആവാത്ത ഒരു സംഗതിയായിട്ട് തോന്നി. തെറ്റ് കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കും, ന്യായത്തിൻ്റെ ഒപ്പം നിൽക്കും. ഈ ക്യാപ്റ്റൻ, അതേപോലെ തന്നെ പവർ ടീം എന്നീ പരിപാടികൾ മുഴുവൻ ഈ തെറ്റിനെതിരെ പ്രതികരിക്കാനായിട്ടും പണിഷ്മെന്റ് കൊടുക്കാൻ വേണ്ടിയും ആണ് നിലകൊള്ളുന്നത് എന്ന് സീസൺ 6 കണ്ടസ്റ്റൻസ് വിചാരിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ നോക്കി നടന്ന് പണിഷ്മെന്റ് കൊടുക്കുക, ആക്ഷൻ എടുക്കുക എന്നീ കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഇവിടെ നടക്കുന്നത്. ഒരു ക്യാപ്റ്റന് അല്ലെങ്കിൽ ഒരു പവർ ടീമിന് ചെയ്യാൻ വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ഈ ഒരു പ്രശ്നം കാരണമാണ് പവർ ടീം ഇപ്പോൾ പിരിച്ചുവിടേണ്ടി വന്നത്. വലിയ ഹൈപ്പോടെ കൊണ്ടുവന്ന പവർ ടീമാണ്. ഈ ഒരു ഗെയിമിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത സീസൺ 6 പ്രത്യേകതയാണ് എന്ന് പറഞ്ഞ പവർ ടീമാണ്. പക്ഷേ ഇന്ന് പിരിച്ചുവിടുകയുണ്ടായി. പവർ ടീം എന്ന് പറയുന്ന കോൺസെപ്റ്റിന് ഒരു അർത്ഥമില്ലാതെ പോയി. ഇത്രയധികം നാളുകൾ ഈ പവർ ടീം കൊണ്ട് എന്താണ് നേടിയത്, എന്താണ് നടന്നത് എന്നുള്ളതിന് ഒരു ക്ലാരിറ്റി ഇല്ല. കുറേയധികം കണ്ടസ്റ്റൻസ് 64ാമത്തെ എപ്പിസോഡായിട്ടും അവിടെ നിൽക്കുന്ന ഒരു കാഴ്ച മാത്രമാണ് പവർ ടീമും കൊണ്ട് പ്രേക്ഷകർക്ക് ആകെ കിട്ടിയത്, അല്ലെങ്കിൽ കണ്ടസ്റ്റൻസിന് ആകെ കിട്ടിയത്. തുടർന്ന് നല്ല ടീമിന് ട്രോഫി കൊടുക്കുന്ന ഒരു ചടങ്ങാണ്. ഈ നല്ല ടീമിനെ കുറിച്ചിട്ട് പല ആളുകൾക്കും പല അഭിപ്രായമുണ്ട്. അൻസിബ ഡെന്നിനെയാണ് പറയുന്നത്, കൂടുതൽ ആളുകളും ഡെന്നിനെയാണ് പറയുന്നത്. അൻസിബ ഡെന്നിനെ കുറിച്ച് പറയുന്നത് അർജുൻ, ശ്രീതു, ജിൻഡോ എന്നിവർ നന്നായി ആ ഒരു ടാസ്ക് ചെയ്തു, ഹോട്ടൽ ടാസ്ക് ചെയ്തു. അതേപോലെ അവരുടെ ടീമിന് ഒരു ടീം പവർ ഉണ്ടായിരുന്നു, ഒരു യൂണിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ സാബു പറഞ്ഞ അഭിപ്രായം വ്യത്യസ്തമാണല്ലോ. ജിൻഡോയ്ക്ക് ടീമിലുള്ള ആളുകളെ വിശ്വാസമില്ല. ടീമിലുള്ള ആളുകളെ വിശ്വാസമില്ലാത്ത ഒരു ടീമിന് ടീം പവർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ആ ഒരു ഹോട്ടൽ ടാസ്കിൽ അവർ പെർഫോം ചെയ്തു. അത് കുറച്ചും കൂടി ഇൻഡിവിജ്വലായിട്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടികളായിരുന്നല്ലോ. അവർക്ക് ടീമായിട്ട് ഒരു പ്ലാൻ ഒന്നും ടണലിനെ പോലെ ഇടേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ടീമായിട്ട് വജ്രം അടിച്ചു മാറ്റുന്ന പരിപാടിയായിരുന്നെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ടീം പ്ലേ എന്ന് പറയാൻ പറ്റും. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. നോറ അവരുടെ ആ ഒരു പെർഫോമൻസ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നേരത്തെ തന്നെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പ്ലാൻ ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ജിൻഡോ പറയുന്നുണ്ട്, പട്ടിപ്പണിയായിരുന്നു ലാലേട്ടാ, റൂമെല്ലാം വളരെയധികം വൃത്തികേടായിരുന്നു, അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്യണമായിരുന്നു. ഞാൻ ഒത്തിരിയധികം മുടിയൊക്കെ ക്ലീൻ ചെയ്യുന്നത് റസ്മിനൊക്കെ കണ്ടതാണ്. റസ്മിൻ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്ത ഒരു ജോലി നല്ലൊരു രീതിയിൽ പറഞ്ഞത്. അത് അത്രയധികം മോശമായിരുന്നു അവിടുത്തെ കണ്ടീഷൻ. സാബു അടക്കം പറഞ്ഞത് കേട്ടില്ലേ. ജിൻഡോ അവിടെ ബാക്കിയുള്ള ആളുകൾക്ക് ചെറിയൊരു പണി കൊടുക്കുകയാണ്. അപ്സരയൊക്കെ ഈ ഒരു സമയത്ത് പറഞ്ഞിരുന്നു അവരാണ് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്തത്, അപ്സരയുടെയൊക്കെ ടീമിന് ട്രോഫി കിട്ടണം. ഈ പുറത്തു പോയതും ഒരു ടീം ആക്ടിവിറ്റിയാണ്, അതിനകത്ത് ഒത്തൊരുമ ഉണ്ടായിരുന്നു പോലും. ഇതിനുശേഷം പവർ റൂം വേണോ വേണ്ടയോ എന്നുള്ളൊരു ചോദ്യം ലാലേട്ടൻ പറയുകയാണ്. പവർ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒന്നിനും കൊള്ളാത്ത ഒരു സാധനം പോലെയാണ് കണ്ടസ്റ്റൻസ് തന്നെ പറയുന്നത്.
ആർക്കും വലിയ താല്പര്യമില്ല. ലാലേട്ടൻ തന്നെ ചോദിച്ചു ഇങ്ങനെ അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയും അതേപോലെ തന്നെ അധികാര ദുർവിനിയോഗം നടത്താൻ വേണ്ടിയൊക്കെ ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ശ്രീരേഖ പറഞ്ഞു ലാലേട്ടൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. റസ്മിൻ ഈ വീക്കെൻഡ് എപ്പിസോഡ് ഇങ്ങനെ കഴിഞ്ഞപ്പോഴത്തേന് പവർ റൂം എന്ന് കേട്ടാൽ പേടിച്ച് നിലത്ത് പിടച്ചു വീഴുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഒട്ടും താല്പര്യമില്ല, വലിയ തലവേദനയാണ് എന്നുള്ള അഭിപ്രായമാണ്. ജിൻഡോ പറയുന്നത് നോമിനേഷൻ ഫ്രീ മാത്രമായി കാണാതെ ഈ പവർ റൂമിനെ ഒരു ഗെയിമായിട്ട് നോക്കിക്കാണാൻ ആളുകൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ജാസ്മിൻ പറയുന്നത് എങ്ങനെ ചെയ്താലും പണിയാണ് ലാലേട്ട. അത് കഴിഞ്ഞ ദിവസം ജാസ്മിൻ പറഞ്ഞാണ്. ഇപ്പോൾ പവർ ടീം വളരെ ഉദാരമായിട്ട് നയപരമായിട്ട് എല്ലാ ആളുകളെയും ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡിൽ പറയും പവർ ടീമിന് പവർ ഇല്ല. എന്നാൽ കണിശമായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡിൽ പറയും പവർ റൂം ക്രൂവലാണ്. ഇപ്പോൾ ജാസ്മിൻ്റെ ഒരു അനാലിസിസ് അങ്ങനെയാണ്. ജാസ്മിനും ഇതിന് താല്പര്യമില്ല. അൻസിബ പവർ റൂം വേണ്ട. അൻസിബയുടെ കിളിയൊക്കെ പോയായിരുന്നു ഇന്നലത്തെ എപ്പിസോഡിൽ. ഇന്ന് എപ്പിസോഡിന് ശേഷം അവർ സംസാരിക്കുന്നുണ്ട്, അതിലേക്ക് വരാം. പവർ റൂം വേണ്ട. പവർ റൂമിൽ ചിലപ്പോൾ 5-6 ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാ ആളുകളുടെയും തീരുമാനങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ട് വേണം മുന്നോട്ടേക്ക് പോകാൻ. ഭയങ്കര ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. അപ്പോഴത്തേന് ലാലേട്ടൻ പറഞ്ഞു ഉള്ളൊരു ടാസ്ക് ആയതുകൊണ്ടാണല്ലോ പവർ റൂം കൊടുത്തിരിക്കുന്നത്. പക്ഷേ ലാലേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെ നോക്കിയാലും ഇവർ പവർ റൂം ഇനി നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ഒരു സാധ്യതയില്ല. കാരണം പവർ റൂം എന്ന് പറയുന്ന കോൺസെപ്റ്റ് സീസൺ 6 തെറ്റിദ്ധരിക്കപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ അത് വേറെ ഒരു രീതിയിലേക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ ആർക്കും പറ്റിയിട്ടില്ല. അപ്പോൾ ഇനിയും അത് ഭയങ്കര വിരസതയായിരിക്കും വെച്ച് കഴിഞ്ഞാൽ. സിജോ പറയുന്നത് ചെകുത്താൻ്റെ കോട്ടയാണ് പവർ റൂം എന്നുള്ളതാണ്. അപ്സര വളരെ പോസിറ്റീവായിട്ടാണ് പറയുന്നത്. പവർ റൂം വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം, അത് പക്വതയോടെ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ. ശ്രീധുവിന് താമരയിലൊന്ന് കിടക്കാൻ വേണ്ടിയുള്ള ആഗ്രഹമാണ് പവർ റൂമിൽ കയറുന്ന സമയത്തുള്ളത്. താമരയാണ് ശ്രീധുവിൻ്റെ നോട്ടം. ഈ താമര അടക്കമുള്ള സൗകര്യങ്ങൾ, ലക്ഷറി ബഡ്ജറ്റ് അടക്കമുള്ള സൗകര്യങ്ങൾ, ഭക്ഷണം കഴിക്കാനുള്ള എക്സ്ട്രാ പ്രിവിലേജസ് അടക്കമുള്ള സൗകര്യങ്ങൾ, അതൊക്കെയാണ് പല ആളുകളും പവർ റൂമിലേക്ക് പോകുന്ന സമയത്ത് ആലോചിക്കുന്നത്. പിന്നെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് പണിയെടുക്കാതെ അതിനകത്ത് കയറി ഇങ്ങനെ ഇരിക്കാം. അങ്ങനെ ഏറ്റവും സുഖമായിട്ട് പവർ റൂമിൽ കയറി അടയിരുന്നത് ഈ ആഴ്ചത്തെ പവർ ടീമായിരുന്നു, അൻസിബയൊക്കെ. പക്ഷേ ഇന്നലെ ഒരു വലിയ വിമർശനം ഇവിടെ പറയുകയുണ്ടായി. കട്ടിലിരുന്ന എന്താ, അങ്ങനെയുള്ളൊരു മൈൻഡ് ഗെയിം കളിക്കുന്നില്ലേ, കട്ടിലെന്താ ഇരുന്നൂടെ? ശരിയാണ്, കട്ടിലിരുന്നിട്ട് മൈൻഡ് ഗെയിം കളിക്കാം. അൻസിബയ്ക്കും വല്ലാത്ത ഷോക്കായിപ്പോയി. അൻസിബ ഋഷിയോട് പറയുന്നത് കേട്ടില്ല. അൻസിബ പറഞ്ഞത് എടാ ഞാൻ നല്ല ഒരാളാണെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ ഞാൻ നല്ലതല്ല, ആൾക്കാരെന്നെ കുറിച്ചിട്ട് നല്ലത് പറയുന്നില്ല. ഏതായാലും അത് ഭയങ്കര രസമുണ്ടായിരുന്നു. ഋഷി പറഞ്ഞു അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ഒരു ആവശ്യമില്ല, നീ നല്ലതാണ്, ഋഷിക്ക് നല്ലതായിരിക്കും, അവർക്ക് തമ്മിൽ അവർ നല്ലതാണ്. ഭയങ്കര സപ്പോർട്ടിങ് ഫ്രണ്ട്സാണ് കേട്ടോ. ഋഷി വൻ പരാജയം ക്യാപ്റ്റനായിട്ട് നിന്ന മൊമെന്റിലും അൻസിബ പറയുന്നു ഋഷി സൂപ്പർ ക്യാപ്റ്റൻ ആണ് എന്നുള്ളത്. ഋഷി ചെയ്തതിൻ്റെ 100-ൽ 1 അംശം പ്രശ്നം കണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അൻസിബ വലിയ വിഷയം ഉണ്ടാക്കിയേനെ. ഋഷി, ജാൻമണി എന്നീ സുഹൃത്തുക്കളുടെ കാര്യമൊക്കെ ആകുമ്പോഴത്തേന് അവരെന്ത് ചെയ്താലും അൻസിബയ്ക്ക് മറ്റേ കണ്ണും കാണാൻ പാടില്ല, ചെവിയും കേൾക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. ഏതായാലും പവർ റൂമിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് റൂം എല്ലാ ആളുകൾക്കുമായിട്ട് തുറന്നു കൊടുക്കുകയാണ്. ശ്രീധുവിന് താമരയിൽ കിടക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. പക്ഷേ താമരയിൽ നിന്ന് അവർ ഇറങ്ങിയിട്ട് വേണ്ടേ താമരയിൽ കിടക്കാൻ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പിടിവലികൾ ഇനി എന്തൊക്കെ ആയിരിക്കും എന്നുള്ളതറിയില്ല. ഏതായാലും അവർക്ക് കൊടുക്കുന്നതാണ് മര്യാദ, അങ്ങനെ തന്നെ ആയിരിക്കും കൊടുക്കുക. പക്ഷേ താമരയിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ ഒരു പാടുണ്ടല്ലോ. ശരിക്കും പവർ റൂം ഉള്ളതിനേക്കാളും വലിയ ഗെയിമായിരിക്കും എനിക്ക് കാണാൻ പോകുന്നത്. യാതൊരുവിധ മാനദണ്ഡങ്ങളും ഇല്ലാതെ ആ റൂം ഉപയോഗിക്കാനായിട്ടുള്ള അവസരം കണ്ടസ്റ്റൻസിന് കിട്ടുമ്പം തമ്മിലടികൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അപ്പം പവർ റൂം, ഈ വലിയ കട്ടില്, വലിയ റൂം, അതൊക്കെ ആരുപയോഗിക്കും? അല്ലെങ്കിൽ ഓരോ വീക്കിലും ആരവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങും? അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ നല്ല മുറിയിൽ കിടക്കാനായിട്ട് അടികൾ ഉണ്ടാവാറുണ്ട്. കുഞ്ഞിലെയൊക്കെ ആവുന്ന സമയത്ത് കട്ടിലിൻ്റെ സൈഡ്, ഏതെങ്കിലും ഒരു സൈഡിന് വേണ്ടി അടി ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുപോലുള്ള അടികളൊക്കെ ആയിരിക്കും ഇനി ഇവിടെ ഉണ്ടാവുക. അതിൻ്റെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേർഷൻസ് അവതരിപ്പിക്കാൻ ശേഷിയുള്ള ആളുകളാണ് ഹൗസിലുള്ളത്. ഇതിന് ശേഷം എവിക്ഷൻ പ്രോസസ്സായിരുന്നു. ശ്രീരേഖ പുറത്തുപോയി. ശ്രീരേഖ പുറത്ത് പോകാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിയിരുന്നു. പോവാതെ എന്ത് ചെയ്യാനാണ്? കാരണം ശ്രീരേഖ ബാക്കിയുള്ള ആളുകളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വേറെ ഒരു തലത്തിൽ നിൽക്കുന്ന ഒരാളാണ്. ഓരോ സീസണിലും ഓരോ മൂഡുണ്ട്. അത് അവിടുത്തെ മജോറിറ്റി കണ്ടസ്റ്റൻസിൻ്റെ ഗെയിം കൊണ്ടുണ്ടാവുന്ന ഒരു മൂഡാണ്. അപ്പോൾ ആ ഒരു മൂഡിന് വിരുദ്ധമായിട്ടുള്ള ഒരാൾ, അത് അയാളുടെ കുഴപ്പം കൊണ്ടായിരിക്കില്ല, ആ ഒരു മൂഡിന് വിരുദ്ധമായിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അയാൾ പുറത്തു പോകാനുള്ള സാധ്യതകൾ ഏറെയാണ്. അപ്പോൾ ഈ ഒരു സീസണിൽ ഇങ്ങനെ കലാപരമായിട്ട് ഇങ്ങനെ വളരെ ചടുലതയോടെ അപ്രോച്ച് ചെയ്യുന്ന കണ്ടസ്റ്റൻസ് തീരെ ഇല്ലാത്തതുകൊണ്ട് ശ്രീരേഖ ഒരു അഭംഗിയാണ് പല സാഹചര്യങ്ങളിലും. ശ്രീരേഖയ്ക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ല, ശ്രീരേഖ ആ പറയുന്ന ഒരു സെറ്റപ്പിന് പറ്റില്ല. അവിടെ ചുമ്മാ മറ്റേ ഡപ്പാങ്കുത്ത് സ്റ്റൈലാണ്. പക്ഷെ ശ്രീരേഖ വളരെയധികം പോളിഷ്ഡ് ആയിട്ടുള്ള
ഒരു ഒരു രീതിയിൽ ആക്റ്റൊക്കെ ചെയ്ത് നൈസായിട്ട് പോകുന്ന ഒരാളാണ്. അപ്പോൾ ശ്രീരേഖയ്ക്ക് പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്നില്ല. അതേപോലെ ശ്രീരേഖയുടെ ഒരു ഫ്യൂച്ചർ നോട്ടം എന്ന് പറയുന്ന സിനിമ കാര്യങ്ങളൊക്കെ ആണല്ലോ. അങ്ങനെ ഒരു കഥാപാത്രം കിട്ടാൻ വേണ്ടിയുള്ള സംഗതികൾ, അങ്ങനെ ഒരു കഥാപാത്രം രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള കോൺഫിഡൻസ് പുറത്തുള്ള ആളുകൾക്ക് ഈ ഒരു ഷോ കൊണ്ട് ശ്രീരേഖ കൊടുത്തിട്ടുണ്ട്. ശ്രീരേഖയിലെ ആ ഒരു ആക്ട്രസിനെ എല്ലാ ആളുകളും അംഗീകരിച്ചു. അപ്സര, ശ്രീതു, ജിൻഡോ, സിജു എന്നിവർ സേവാവുകയാണ്. അതിനുശേഷം പവർ റൂമിൻ്റെ സാധന സാമഗ്രികൾ സ്റ്റോറിൽ കൊണ്ടേ വയ്ക്കുന്ന ഒരു ബഹളാണ് കണ്ടത്. സായി അതിനിടയ്ക്ക് കിട്ടിയ ലഡു കഴിക്കുന്ന തിരക്കിലാണ്. സായി അത്രയധികം വിശന്നിരിക്കുകയായിരുന്നോ അതോ ആഗ്രഹിച്ചിരിക്കുകയാണോ എന്നുള്ളത് എനിക്കറിയില്ല. ഏതായാലും ഈ പവർ ദണ്ടും മണിയൊക്കെ സ്റ്റോർ റൂമിലേക്ക് പോയ സമയത്ത് അതിൽ ഒരു തവണ തൊടാനായിട്ടുള്ള ആഗ്രഹം കണ്ടസ്റ്റൻസിൽ പല ആളുകൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചില കോമഡി മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ പവർ ദണ്ടും മണിയും പണിഷ്മെൻറ്റും എന്ത് സമയം കളഞ്ഞാണ്, പ്രേക്ഷകരുടെ എന്തോ ഒരു സമയം കളഞ്ഞാണ്. അനാവശ്യമായിട്ടുള്ള ചർച്ചകൾ. സീസൺ 6 ഏറ്റവും വെറുപ്പിച്ചത് പണിഷ്മെൻറ്റ് കൊടുക്കുന്ന സമയത്തുള്ള ആ ഒരു വട്ടം കൂടിയുള്ള ചർച്ചകളാണ്. അതും വല്ല കാര്യമുള്ള കാര്യത്തിനാണോ പണിഷ്മെൻറ്റ് കൊടുക്കുന്നത്? ഇതിൻ്റെ പ്രശ്നം എന്നാണെന്നറിയോ? ഒരു പണിഷ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്ന ആക്ട് അവിടെ കണ്ടു. ഇത് കാണുന്ന സമയത്ത് മറ്റ് ഒരു 5-8 ആൾക്കാരെ വിളിച്ചിത് കാണിക്കുന്നു. പിന്നെ ഈ 5 ആൾക്കാർ ബാക്കി 5 ആൾക്കാരെ കൂടെ അതിനകത്തേക്ക് കൊണ്ടുവന്ന് ബാക്കി എല്ലാവരും കൂടെ വന്ന് എല്ലാ ആൾക്കാരും അതിനെക്കുറിച്ചിട്ട് അവിടെ വെച്ചിട്ട് ഒരു അഭിപ്രായം പറയുന്നു. അപ്പോഴത്തേനും പവർ റൂമുകാർ വന്നിട്ട് പറയുന്നു, നമുക്കൊരു മീറ്റിംഗ് ഇരുന്നിട്ട് ഇത് ആള് കൂടി ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് ഈ മീറ്റിങ്ങിന് വേണ്ടി ആളുകളെ വിളിക്കാൻ വേണ്ടി എല്ലാവരും ഒരു തരത്തിലുള്ള ഒരു എൻ്റർടൈൻമെൻറ്റും തരാതെ ഒരു 10-20 മിനിറ്റ് അങ്ങ് നിൽക്കും. അതിന് മീറ്റിങ്ങിലേക്ക് ആൾ വരുന്നു. പിന്നെ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നു, ബഹളം പരിപാടികൾ. അവസാനം എന്തെങ്കിലും ഒരു കുഞ്ഞ് പണിഷ്മെൻറ്റ് കൊടുക്കുന്നു. ഈ പരിപാടി കാണുന്ന സമയത്ത് ബിഗ് ബോസ് ടീം അവിടെ പ്രതീക്ഷിച്ചിട്ട് വേറെ ഒരു പരിപാടിയും കൊടുക്കാതെ ഇത് വെച്ച് കാണിച്ചുകൊണ്ടിരിക്കും. അവർക്ക് പണിയെടുക്കാൻ മടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് ഈ പവർ റൂമിൻ്റെ പരിപാടികൾ. ഏതായാലും ആ ഒരു തലവേദന, ആ ഒരു ബോറൻ സാധനം മാറിയതുകൊണ്ട് നാളെ തൊട്ട് എങ്ങനെയായിരിക്കും ഗെയിം എന്നുള്ളത് അറിയാൻ ആഗ്രഹമുണ്ട്. കുറച്ചും കൂടെ ആക്ടിവിറ്റികൾ കൊടുക്കുമായിരിക്കും. കുറച്ചും കൂടെ കഠിനമായിട്ടുള്ള ആക്ടിവിറ്റികളായിരിക്കും ഇനി കാണാൻ വേണ്ടി പോകുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. നന്ദി.